ഇപ്പോൾ സമയം പുലർച്ചെ 2:30 ട്രിവാൻഡ്രത്തേക്ക് പോവുകയാണ്. ഏട്ടനാണ് വണ്ടി ഓടിക്കുന്നത്. ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് കണ്ടോ? മാന്തുക. നമ്മുടെ നാട്ടിൽ ഇതിന് വേറെ അർത്ഥമാണ്. നമ്മൾ പോകുന്നത് യൂത്ത് കമ്മീഷൻ നടത്തുന്ന നാഷണൽ യൂത്ത് സെമിനാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. KLFന് പോകാൻ പറ്റാത്തതിൻ്റെ വിഷമം പറഞ്ഞപ്പോൾ സച്ചുവാണ് പറഞ്ഞത്, ഇങ്ങനൊരു പ്രോഗ്രാം ഉണ്ട്, നമുക്ക് എന്തായാലും പോകാമെന്നുള്ളത്. ആൾ കഴിഞ്ഞ് 2 പ്രാവശ്യമായിട്ട് പോകുന്നതാണ്. പക്ഷേ ഇത്തവണ പോകുന്നത് സ്പീക്കറായിട്ടാണ്, അതായത് ഗസ്റ്റായിട്ടാണ്. ഞാൻ ആളുടെ കൂടെ കമ്പാനിയൻ മാത്രമായിട്ട് പോകാൻ നിന്നതാണ്. പിന്നീട് ബയോഡാറ്റയൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് മെയിൽ അയച്ചപ്പോൾ സെലക്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ട് കൺഫർമേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഇരട്ടി സന്തോഷം. തിരുവനന്തപുരം ടെക്നോ പാർക്കിൽ വെച്ചിട്ടാണ് പ്രോഗ്രാം ഉണ്ടായിരുന്നത്. എവിടെയെങ്കിലും റാമ്പ് സൗകര്യം അറേഞ്ച് ചെയ്താൽ അത് ഡിസേബിലിറ്റി ഫ്രണ്ട്ലി ആയി എന്നുള്ള ധാരണ ചിലർക്കെങ്കിലും ഉണ്ട്. അപ്പോൾ ഹാളിലേക്ക് കയറുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ സാറ് വന്ന് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ആദ്യത്തെ സെക്ഷൻ ഓക്കെ ആയിരുന്നു. രണ്ടാമത്തെ സെക്ഷനിൽ അദ്ദേഹം പറഞ്ഞ പല അഭിപ്രായങ്ങളോടും എനിക്കങ്ങോട്ട് യോജിച്ച് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇത് എൻ്റെ ഒരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അത് നാഷണൽ സെമിനാറിൽ പങ്കെടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്. ഉച്ചയ്ക്ക് നല്ല ഫുഡായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് കപ്പയും മീൻകറിയും ഉച്ചക്കത്തെ ഫുഡിൻ്റെ കൂടെ കഴിക്കുന്നത്. ആൾക്ക് പാനൽ ചർച്ചയുണ്ട്. അപ്പം അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള ടെൻസ്ഡായിട്ട് ഇരിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഓണത്തിനിടയിൽ പൂട്ടുകച്ചവടം എന്ന് പറയുന്ന മാതിരി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ടാണ് ആൾ ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ ഒരു എന്താ പറയുക, പേടി ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ പേടി ഉണ്ടായിരുന്നുവെങ്കിലും വളരെ ബോൾഡായിട്ട് ആളത് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആസ് എ ഫ്രണ്ട് ഇതെൻ്റെ ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, താല്പര്യമുള്ളവർ കാണണം. നൈറ്റ് ഞങ്ങൾ ഫ്ലാറ്റിലേക്ക് വന്നു. ഇവിടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ അടിപൊളിയാണ്. അത് എത്രത്തോളം ക്യാമറയിൽ പകർത്താനായിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 2-3 ദിവസമൊക്കെ സിറ്റി ലൈഫ് അടിപൊളിയാണെന്ന് തോന്നുന്നു, ബാക്കി അറിഞ്ഞുകൂടാ. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്നും പറയണ മാതിരി എല്ലാവരും സേഫായിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ, സി യു.